ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ക്രിസ്മസിൻ്റെ 2 ദിവസം മുന്നേ മക്കൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു പുൽക്കൂട് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പം നമ്മൾ വീട് കെട്ടിയിട്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ വർഷത്തെ പരിപാടി അത് അതിഗംഭീരമൊന്നും പറയാൻ പറ്റില്ല. നമ്മളെ കൊണ്ടാവുന്ന പോലെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ വീട്ടിൻ്റെ സൈഡിൽ വശത്ത് വലിയ സ്പേസൊന്നുമില്ല. അവിടെ റോഡിൻ്റെ ആ ഒരു സൈഡ് അപ്പുറത്ത് ആൻറ്റിയുടെ വീട്ടിലെടുக்க പോകുന്ന സൈഡിൽ കുറച്ചൊരു സ്ഥലം ഇതുപോലെ വൃത്തിയാക്കി എടുത്തിടും. ആ ചെറിയൊരു പുൽക്കൂട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പേസ് മാത്രം. അങ്ങനെ പിന്നെ നമ്മളെന്താ ഇതുപോലെ വാരിയൊക്കെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ഓസ് ഉണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ വളച്ച് വെക്കണ സാധനമില്ലേ, അതൊക്കെ ഓസിൻ്റെ പൈസയായിരുന്നു. അതൊക്കെ വളച്ച് വെച്ച് കുറേ വാരി കഷ്ണങ്ങളൊക്കെ സംഘടിപ്പിച്ചിട്ടാണ് നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കിയത്. അപ്പാപ്പനുണ്ടായിരുന്നു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എനിക്കിതിങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല എങ്ങനെയാണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സംഭവങ്ങൾ വീട്ടിൽ തന്നെ എന്താ പറയണ്ടേ, കഴുങ്ങിൻ്റെയൊക്കെ സംഭവങ്ങളില്ലതുകൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റി. അപ്പോൾ ഇന്നാണെങ്കിൽ എല്ലാവരും തിരക്കിലായിരിക്കും അല്ലേ. ഞാൻ ഈ ഇന്നലെ എടുത്ത വീഡിയോസൊക്കെ എഡിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ലേറ്റായിപ്പോയി. കാരണം രാവിലെ ഓരോരോ തിരക്കും കാര്യത്തിലായിരുന്നു. ഫുഡ് ഉണ്ടാക്കലും ഒന്നും പറയണ്ട. അങ്ങനെ കുറച്ച് വാരിക്കഷ്ണം മുകളിലും വെച്ചിട്ട് ഇതുപോലൊരു വീട് പോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മൊത്തം മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ കയറ് കൊണ്ടാണ് ചുറ്റിക്കിടുക. അത് നിൽക്കുന്നേ ഇല്ല. ഇങ്ങനെയൊക്കെയോ അവിടെ ഫിറ്റാക്കി വെച്ച്. പിന്നെ പുല്ല്, നമ്മുടെ പുൽക്കൂടിൻ്റെ മെയിൻ സംഭവമാണല്ലോ പുല്ല്. അത് പാറക്ക് പോയിട്ട് ഇവരെ പിള്ളേർ തലേ ദിവസം അപ്പാപ്പനൂടെ പോയിട്ടുണ്ട് മൊത്തം പറിച്ചു കൊണ്ടുവന്നത്. ഒരു ചാക്ക് മൊത്തം കൊണ്ടുവന്നിട്ടും തികഞ്ഞില്ല കേട്ടോ. കുറച്ച് എനിക്ക് തോന്നുന്നു കുറേ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. കാരണം അവർക്കും ഒരു ചാക്കിൽ കൊണ്ടുവന്നു, നമുക്കും ഒരു ചാക്കിൽ കൊണ്ടുവരുന്നു. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെ ഒരു രസം. ഒരു എന്താ പറയുക, ഇതുവരെ ഞാൻ ലൈഫിൽ എത്രയോ ക്രിസ്മസുകൾ വന്ന് പോയി. പക്ഷേ എന്താ പറയുക, ഇങ്ങനെ പുൽക്കൂട് ഉണ്ടാക്കലും പരിപാടിയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. ഇപ്രാവശ്യം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിള്ളേർ ആഗ്രഹം കൂടിയല്ലേ. അങ്ങനെ ഞാൻ വരുന്ന വഴിക്ക് ഞാൻ രാവിലെ ഷോപ്പിൽ നിന്ന് ഇതിന് വേണ്ട എന്താ പറയുക, ഈ ഡെക്കറേഷൻ ചെയ്യേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10-200 രൂപയ്ക്ക് മാത്രം. അത് മേടിച്ച് പിന്നെ അതിൻ്റെ ഉള്ളിൽ വെക്കുന്ന രൂപങ്ങളും പുതിയതായിരുന്നു കേട്ടോ. അതും 200 രൂപയ്ക്ക് 2 ദിവസം മുന്നേ പിള്ളേരെ വിട്ടിട്ട് മേടിച്ചു കൊണ്ടുവന്നതാണ്. അത് ഞങ്ങളുടെ അടുത്ത് ഇല്ലായിരുന്നു. അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് ഇങ്ങനെ അതിൻ്റെ ഓരോരോ പണിയും തിരക്കിലും. കാരണം കുറേ സമയമെടുത്ത്. ഞാനും പറയാമല്ലോ, നമ്മൾ മുൻകൂട്ടി ഇങ്ങനെ തീരുമാനിച്ചു കൊണ്ടുണ്ടാക്കണമെന്നല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അതിന് പിന്നെ 24-ാം തീയതി ഇപ്പോൾ ഇന്നലെ രാത്രി അവർ അപ്പൂപ്പനൊക്കെ വരികയും ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കധികം സമയമില്ല. അതിനുള്ളിൽ തന്നെ ചെയ്യുകയും ചെയ്യണം. വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്കൊന്നും പറ്റാത്തതുകൊണ്ട് ഞാനവിടെ കൊണ്ടുവന്ന് സ്റ്റാൻഡ് വെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ എന്താ പറയേണ്ടത്, വീഡിയോ ഓണാക്കാനും പോകണം, ഓഫാക്കാനും പോകണം. അപ്പത്തേനും അപ്പന് ദേഷ്യം വരും. അതിൻ്റെ ഇടയിൽ കൂടെ പുല്ല് എടുത്തുകൊണ്ട് അതിനിടെ ഒച്ചപ്പാടുണ്ടാക്കും. അങ്ങനെയൊന്നും പറയണ്ട. നല്ല ക്ലാരിറ്റിയിലൊക്കെ വീഡിയോ എടുത്തു തരാനൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ നല്ല ഭംഗിയിൽ എല്ലാ സൈഡും ഒരുപോലെ നമുക്ക് എടുക്കുകയാണ്. അതെന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെയല്ലേ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെയാണ് നമ്മളെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ്. അങ്ങനെ ഇനിയിപ്പോൾ പുതിയൊരു വർഷത്തിലേക്ക് പോവാണ്. എന്താ പറയുക അല്ലേ. എനിക്ക് തോന്നുന്നു ഈ ഒരു വർഷം എന്ന് പറയുന്നതും ഇനി നവംബർ ഡിസംബർ മാസങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക അപകടങ്ങളും കാര്യങ്ങളും നിറഞ്ഞ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂസ് TV രാവിലെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് കാണണ്ടേ എന്നുള്ളത് ഇതാണ്. ഇതില്ല, ഇങ്ങനെ പോവാൻ മാത്രമേ. ഇനി വരുന്ന വർഷത്തിലെങ്കിലും നല്ല രീതിക്ക് നല്ലതായിട്ട് പോകാനൊക്കെ പറ്റട്ടെ എന്ന് പറയാണ്. എന്താ പിന്നെ അത് ഞാൻ ആദ്യം വീഡിയോ ഒക്കെ ഞാൻ ഓണാക്കി. പിന്നെ ആ ഫ്രണ്ട് കാണുന്ന നീല സംഭവമില്ലേ, അതൊക്കെ ഡെക്കറേഷനൊക്കെ നടന്നു മേടിച്ചു. ഒരു പീസിന് എന്താ പറയുക 30 രൂപ അത്ര പോലെ ഉള്ളെങ്കിലും എന്ത് പൈസയാണ്. ഇതൊക്കെ ഒരു ദിവസത്തെ ഇത് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പൊടി പോലും ഉണ്ടാവില്ല. പിള്ളേരൊക്കെ എടുത്തിട്ട് ഇതിലെ വലിച്ചാടിയിട്ടുണ്ടാവും. പിന്നെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. രാത്രി ആകുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്താ ലൈറ്റൊന്നും ഉള്ളിൽ നിന്ന് ഇനിയിപ്പം ഒരു 9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ലൈറ്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രിയിൽ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പം ആ ചെറിയ മിന്നാമിനി ലൈറ്റ് ഉണ്ട്, എനിക്ക് അതിൻ്റെ പേരറിയില്ല. ആ മിന്നാമിനി ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും കുറച്ച് ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ വെച്ചാൽ ഇതൊന്നും ഈ തിളക്കമൊക്കെ പകൽ മാത്രമേ ഉള്ളൂ, പക്ഷെ അല്ല, രാത്രിയിലും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, പുൽക്കൂട് ഇന്നലെ ആക്കി സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ. എന്താ പറയുക, രാവിലെ ആകുമ്പോഴത്തേക്കും അതിൻ്റെ പണി തീർന്ന്. കാരണം പൂച്ച അതിൻ്റെ അകത്തൊക്കെ കയറിയിട്ട് പുല്ലൊക്കെ ഉന്തിയിട്ട് സംഭവം ക്ലീശയായിപ്പോയി. അങ്ങനെയൊക്കെയാണ്. പിന്നെ കുറച്ച് മെഴുകുതിരിയൊക്കെ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ രാത്രിയിൽ പിന്നെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി, അതിൻ്റെ ഇടയിൽ മറന്നുപോയി. ഫൈനലി നമ്മൾ ആ ഒരു ലൈറ്റൊക്കെ ഇട്ടില്ല ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല, എന്നെ എടുത്തിട്ടുമില്ല. അതിലേ വിട്ടുപോയി, അതാണ് സംഭവം. പിന്നെ കുറച്ച് മെഴുകുതിരിയൊക്കെ വാങ്ങിയിട്ട് താഴെ നമ്മൾ പുൽക്കൂട്ടുണ്ടാക്കിയതിൻ്റെ താഴെ വശത്തൊരു പലകയൊക്കെ വെച്ചിട്ട് അവിടെയും മെഴുകുതിരിയൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു രാത്രിയാകുമ്പോഴത്തേക്കും. അപ്പം നമ്മളത് ഫൈനലി ഇങ്ങനെയാണ് നമ്മുടെ പുൽക്കൂട് ഇരിക്കുന്നത്. പിന്നെ അതിൻ്റെ അകത്തുള്ള രൂപങ്ങളൊക്കെ എവിടെയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടതെന്നൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല.
നമ്മുടെ ആ രീതിക്കൊരു വെച്ചു. പിന്നെ താഴെയുള്ളൊരു ചെക്കൻ വന്നിട്ട് അവനാണ് സെറ്റ് ചെയ്ത് തന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ഇങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എല്ലാവരും ഇനി ഒരു പുതിയ വർഷത്തേക്ക് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എന്താവും എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അന്നേരം നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യുമെങ്കിൽ മാത്രമേ നമ്മൾ പിന്നെ വരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണണ്ടേ. അപ്പോൾ നല്ലൊരു വീഡിയോ നടക്കുന്നത്. ടാറ്റാ.